ഹായ് എവ്രിവൺ, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ ഇത് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതേപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഉണ്ടല്ലോ, അതായത് മുഖത്ത് ചെറിയ ചെറിയ രോമങ്ങൾ, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതിന് ഏറ്റവും ആദ്യം നമുക്കൊരു ബൗൾ എടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജെലറ്റിൻ അല്ലെങ്കിൽ അഗർ അഗർ എന്ന് പറയും. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ജെലറ്റിനാണ് ഈസിലി അവൈലബിൾ, അതുകൊണ്ട് ഞാൻ ജെലറ്റിൻ എടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ, ഹണി, പിന്നെ ടീ ട്രീ ഓയിൽ. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഒഴിവാക്കിയാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഒരു ബൗൾ, ഒരു ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം എടുക്കാം. ഏറ്റവും ആദ്യം വേണ്ടത് 2 സ്പൂണോളം ജെലറ്റിൻ നമുക്ക് വേണം. 2 സ്പൂണോളം നമുക്കൊരു ഫേസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാസ്കിന് വേണ്ടിയിട്ട് വേണ്ടി വരും. 2 സ്പൂൺ ജെലറ്റിൻ എടുത്തു ഞാൻ. നിങ്ങൾ അഗ്രഗറാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതെടുക്കാം. സോ രണ്ടും ഒരേ സംഗതി തന്നെയാണ്. ജെലറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ പ്രോഡക്റ്റ് ആണ്, പക്ഷേ അഗർ എന്ന് പറഞ്ഞാൽ പ്യോർ വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഏതാ പ്രിഫറൻസ് വെച്ചാൽ അതെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ വളരെ നല്ലതാണ് മുഖത്തിന്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ അതിന് മുഖത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനൊരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ചെടുത്താൽ മതി കേട്ടോ, അധികം എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ പ്രയാസം, മിക്സ് ചെയ്യുമ്പോൾ പ്രയാസം. പിന്നെ ഞാൻ 1 സ്പൂണോളം ഹണി എടുത്തിട്ടുണ്ട്. ഹണി നമുക്ക് നല്ല മോയ്സ്ചറൈസിങ് ആണ് സ്കിന്നിന്, അതുകൊണ്ടാണ് ഹണി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-2.5 സ്പൂൺ, ഏകദേശം 3 സ്പൂണോളം ചൂടുവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചൂടുവെള്ളം ആഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെലറ്റിൻ നന്നായിട്ട് മിക്സ് ആയിട്ട്, അതായത് ജെലറ്റിൻ നന്നായി അലിഞ്ഞ് ഒരു പീൽ ഓഫ് മാസ്ക് പോലെയാവും. ഇതിലേക്ക് നമ്മൾ 2 തുള്ളി, വെറും 2 തുള്ളി മാത്രം ടീ ട്രീ ഓയിൽ ആഡ് ചെയ്യാണ്. ടീ ട്രീ ഓയിൽ മുഖത്ത് കറുപ്പ് പാടുകൾ, ആക്നി സ്പോട്ട്സ്, അതൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾ ചൂടുവെള്ളം ഇട്ടിട്ട് ജെലറ്റിൻ അലിഞ്ഞില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് നോക്കാം. അതായത് ചൂടുവെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ സിമ്പിളാക്കിയതിന് ശേഷം ആ ബൗള്, ജെലറ്റിനുള്ള ബൗള് അതിലേക്ക് ഇറക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ ഇതെന്തായാലും നന്നായി അലിയും. ഞാൻ പറയുന്നത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അലിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലത്തെ കാര്യമാണ്. എന്നിട്ട് ഈ മാസ്ക്, ഈ പീൽ ഓഫ് മാസ്ക് കംപ്ലീറ്റ്ലി കൂളാവരുത്. ഒരു ഇളം ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ വെച്ചിട്ട് നോക്കുക. കയ്യിൽ വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് ഒട്ടും ചൂട് തോന്നുന്നില്ല, ഒരു ചെറിയൊരു ഇളം ചൂടേ ഉള്ളൂ ഒന്ന് തോന്നുമ്പോൾ മാത്രം ഇത് അപ്ലൈ ചെയ്യുക. വല്ലാണ്ട് തണുത്ത് കഴിഞ്ഞാൽ ഈ മാസ്ക് കട്ടിയാവും, അപ്പോൾ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ചൂടോടുക്കനെ അപ്ലൈ ചെയ്യരുത്, അത് സ്കിന്നിന് കേടാണ്. അപ്പോൾ ഒരു ഇളം ചൂടോടുകൂടി, അതായത് പീൽ ഓഫ് മാസ്ക് കട്ടിയാവണേക്കാളും മുമ്പ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഞാൻ ബ്രഷിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യണത്. നിങ്ങൾക്ക് ബ്രഷ് ഇല്ലെങ്കിൽ വിരലുകൊണ്ട് തന്നെ, കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ബേസിക്കലി ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ജെലറ്റിൻ കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ആവും. എന്നിട്ട് അത് വലിക്കുമ്പോൾ അത് നമ്മുടെ ഹെയറും ബ്ലാക്ക് ഹെഡ്സൊക്കെ അത് റിമൂവ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. സോ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റ്സ് അങ്ങനെ വിടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ എഡിറ്റിംഗ് ചെയ്ത് തീർക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് മുഖത്ത് വെച്ച് അങ്ങനെ ചെയ്യാം. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാലാണ് ഇത് ഡ്രൈ ആവുക. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ കയ്യിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കിയില്ല, അത് ഏകദേശം ഡ്രൈ ആയി. കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഡ്രൈ ആയപ്പോൾ കണ്ടില്ല, പീൽ ഓഫ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് വരുന്നില്ല, കുറച്ചായിട്ടേ വരുന്നുള്ളൂ. സോ കംപ്ലീറ്റ്ലി ഡ്രൈ ആവണം, എന്നാലേ നമുക്ക് ഒറ്റയടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. സോ ഇപ്പോൾ ഞാൻ മുഖത്ത് ടച്ച് ചെയ്യുമ്പോൾ കാണുന്നില്ലേ, ഒട്ടും വെറ്റല്ല, കംപ്ലീറ്റ്ലി ഡ്രൈ ആയി. എന്നിട്ട് ഞാനിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് താഴേന്ന് മുകളിലേക്ക് വേണം വലിക്കാനായിട്ട്. സോ ഒരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക താഴേന്ന്, എന്നിട്ട് മുകളിലേക്ക് വലിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർ താഴേക്കല്ലേ ഉള്ളത്, അപ്പോൾ മുകളിലേക്ക് വലിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഫേഷ്യൽ ഹെയർ പുള്ള് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വലിക്കുമ്പോൾ അത്യാവശ്യം പെയിൻ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ രോമം ഇത് വലിച്ചെടുക്കല്ലേ. സോ ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാത്രം റിമൂവ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൂക്കിൻ്റെ അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി, മുഖത്ത് അപ്ലൈ ചെയ്യണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഇതേപോലെ ഫേഷ്യൽ ഹെയറും കൂടി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖത്ത് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാം. സോ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കാം, മുകളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറേയൊക്കെ ഫേഷ്യൽ ഹെയർ ഇതെടുക്കും. എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തൊരു ക്ലിയർ ഫേസ് തരുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ കുറച്ചൊക്കെ ഇത് റിമൂവ് ചെയ്യും. എനിക്കിത് അതായത് നിങ്ങൾ
ഒരുപാടൊന്നും ഹെയർ ഇല്ലാത്ത ആളാണ്, നോർമൽ ഹെയർ ഉള്ള ആളാണെങ്കിൽ ഇത് പെർഫെക്റ്റ്ലി വർക്കൗട്ട് ആവും. ഒരുപാട് ഹെയർ ഉള്ള ആളാണെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി കുറച്ചധികം പ്രാവശ്യം ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയാണ് എൻ്റെ സ്കിൻ ഇത് പീൽ ഓഫ് ചെയ്തതിന് ശേഷം. എനിക്ക് റെഡ്നെസ്സും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ വലിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ചെറിയ 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 ക്യാമറയിൽ ഇത് എത്ര കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ശരിക്കും ശരിക്കും എനിക്ക് നല്ലോണം അത് വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇത് വർക്കൗട്ട് ആയി എന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. കുരുകുനേന്നുള്ള ഹെയർ എടുക്കും. അത് മാത്രമല്ല ഇവിടുത്തെ നോസ് ഏരിയയിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എടുക്കും. പിന്നെ അത്യാവശ്യം പെയിൻഫുള്ളാണ് എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുള്ളല്ല, വാക്സിങ്ങും ത്രെഡിങ്ങും പോലത്തെ പെയിൻ ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ സ്കിന്നിൽ വല്ലാണ്ട് ഒട്ടിയിരിക്കുന്ന സാധനമല്ലേ, അപ്പോൾ നമ്മളത് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു 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 ഹെയർ ഇങ്ങനെ ലൈക്ക് റൂട്ടിൽ നിന്ന് അടക്കം ഇങ്ങോട്ട് പോരല്ലേ. അതുകൊണ്ട് അത് കാരണമുള്ള കുറച്ച് പെയിൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫേസ് കണ്ടാൽ അറിയാം എനിക്ക് റെഡ്നെസ് ഒന്നും ഇല്ല. എനിക്ക് പിന്നെ സെൻസിറ്റീവ് സ്കിന്നല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. മുഖം ഒന്ന് വാഷ് ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസർ ഇടണം ഇനി, അത്രേ വേണ്ടൂ. അത് നിർബന്ധമാണ് കേട്ടോ, ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇടണം. കാരണം ഇത്ര നമ്മുടെ സ്കിന്നിനെ വലിച്ചെടുക്കുകയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ മുഖം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്. നോക്കൂ, പിന്നെ മുഖത്ത് ഡ്രൈ ചെയ്യണേക്കാളും മുമ്പ് ആദ്യം കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ എവിടെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. രണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ചിലർക്ക് പറ്റിയെന്ന് വരില്ല. സോ എല്ലാവർക്കും പറ്റുന്ന രീതി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പാൽ ഉപയോഗിക്കാണ്ട് വെള്ളം ഉപയോഗിച്ചത്. ചിലർക്കൊന്നും പാല് പറ്റില്ല, ഭയങ്കരമായിട്ട് മുഖത്ത് പിമ്പിൾസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാൽ ഒഴിവാക്കിയത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ, പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് മാത്രമല്ല താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.